ഉപവസിക്കുക, പ്രാർത്ഥിക്കുക, വിശ്വാസം പറയുക, നിങ്ങൾക്ക് ഒന്നും അസാധ്യമാകുകയില്ല. ഞാൻ ഈ പറഞ്ഞ ഇത്രയും പദങ്ങളും ആ ഒരു വാക്യത്തിൽ നിങ്ങൾക്ക് കാണുവാൻ കഴിയും. നമ്മൾ വായിച്ചത്, നിങ്ങൾക്ക് കടുകുമണിയോളം വിശ്വാസമുണ്ടെങ്കിൽ ഈ മലയോട് ഇവിടെ നിന്ന് അങ്ങോട്ട് നീങ്ങുക എന്ന് പറഞ്ഞാൽ അത് നീങ്ങും, നിങ്ങൾക്കൊന്നും അസാധ്യമാകുകയില്ല. എങ്കിലും പ്രാർത്ഥനയാലും ഉപവാസത്താലും അല്ലാതെ ഈ ജാതി നീങ്ങിപ്പോകുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ അതിനകത്ത് ഞാൻ ഈ പറഞ്ഞ ഇത്രയും വാക്കുകൾ നിങ്ങൾക്ക് വാചകങ്ങൾ ശ്രദ്ധിക്കാൻ പറ്റും. ഉപവസിക്കുക, പ്രാർത്ഥിക്കുക, വിശ്വാസം പറയുക, നിങ്ങൾക്ക് ഒന്നും അസാധ്യമാകുകയില്ല. ഹല്ലേലൂയ. നമ്മളെപ്പോഴും കേട്ടിട്ടുണ്ട്, ഫോർ നത്തിങ് ഈസ് ഇംപോസിബിൾ വിത്ത് ഗാഡ്. ദൈവത്തിന് ഒന്നും അസാധ്യമാകത്തില്ല, അസാധ്യമല്ല. അതേ ദൈവം നമ്മളോട് പറയുകയാണ്, നിങ്ങൾക്കും ഒന്നും അസാധ്യമാകുകയില്ല. നിങ്ങളുടെ ജീവിതം ഒരു അത്ഭുതമായി തീരുന്ന ഒരനുഭവം നിങ്ങൾക്ക് ഈ പറയപ്പെട്ട ഈ വചനം ഒന്ന് ശ്രദ്ധിച്ചേറ്റെടുത്താൽ ഉണ്ടാകും എന്നുള്ളതാണ് സത്യം. ഉപവസിക്കുവാനും പ്രാർത്ഥിക്കുവാനും അധരങ്ങൾ തുറന്ന് നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളൊന്നും പറയാതെ വിശ്വാസത്തിൻ്റെ വാക്കുകൾ പറയുവാനും ജീവിതത്തെ ഏൽപ്പിച്ചു കൊടുക്കുന്ന ഒരു വ്യക്തിക്ക് ഒന്നും അസാധ്യമാകത്തില്ലെന്നുള്ള ഉറപ്പ്, വാഗ്ദത്തം യേശു കർത്താവ് നമുക്ക് തന്നിരിക്കുമ്പോൾ അതിനപ്പുറത്ത് ഒരു പ്രോമിസ് ഇല്ല. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഈ ലോകത്തിലെ ഏത് പാസ്റ്റർമാരും ഏത് ദൈവദാസന്മാരും പറയുന്നതിനേക്കാളും അധികം നമുക്കതിൽ ട്രസ്റ്റ് ചെയ്യാം. ശരിക്കും പറഞ്ഞാൽ യേശു കർത്താവ് പ്രാർത്ഥിക്കുന്ന ദൈവവൈതലേ, ദൈവം നിനക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്ന നന്മയുടെ ആഴങ്ങൾ എത്ര വലുതാണ്. എഴുന്നേറ്റ് നടക്കുവാൻ പ്രാപ്തിയില്ലാതെ തുടയുടെ തടം ഉളുക്കിപ്പോയി മുടന്തി നടക്കുന്നവനെ നോക്കി സ്വർഗത്തിലെ ദൈവം പറയുകയാണ്, നിന്നെ ഞാനൊരു മെതിവണ്ടിയാക്കി മാറ്റും. ഹല്ലേലൂയ. നിന്നെ ഞാനൊരു മെതിവണ്ടിയാക്കി മാറ്റും. നീ പർവ്വതങ്ങളെ പൊടിക്കും, നീ കുന്നുകളെ പൊടിക്കും. ഹല്ലേലൂയ. അതിനെ പതിർപോലെ ആക്കി കളയും. ദൈവം തന്റെ ജനത്തിന്റെ സ്ഥിതി മാറ്റുമ്പോൾ യാക്കോബ് സന്തോഷിക്കുകയും ഇസ്രായേൽ ആനന്ദിക്കുകയും ചെയ്യും. പ്രാർത്ഥിച്ചവൻ സന്തോഷിക്കുന്നു, പ്രാർത്ഥിച്ചവന്റെ തലമുറ ആനന്ദിക്കുന്നു. പ്രാർത്ഥിച്ചവന്റെ സ്ഥിതികളെ ദൈവം മാറ്റുന്നു. എഴുന്നേറ്റ് നടക്കാൻ പ്രാപ്തിയില്ലാത്തവനെ മെതിവണ്ടിയാക്കി മാറ്റുന്നു. പെരുവെള്ളം കവിഞ്ഞു വരുമ്പോൾ അത് അവന്റെ മീതെ ഒഴുകുന്നില്ല. തീയിലൂടെ നടക്കുമ്പോൾ അവന്റെ കാല് വെന്തു പോകുന്നില്ല. നമ്മൾ ഈ വചനങ്ങളെല്ലാം വായിച്ച് സന്തോഷിക്കുകയും നമ്മൾ വാഗ്ദത്ത പ്രോമിസ് വേർഡുകളായിട്ട് ആൾക്കാർക്ക് അയച്ചു കൊടുക്കുകയും ഒക്കെ ചെയ്യും. പക്ഷേ ആരുടെ മേളിലാണ് പെരുവെള്ളം കവിഞ്ഞൊഴുകാത്തത്? ആരുടെ കാലാണ് തീയിൽ വെന്തു പോകാത്തത്? ആരാണ് ഒരു മെതിവണ്ടിയായി തീരുന്നത്? ആരാണ് ഇസ്രായേലിന്റെ യഹോവയിൽ ഘോഷിച്ച് ഉല്ലസിച്ച് പുകഴുന്നത്? ആരോട് പോരാടുന്നവരാണ് ഇല്ലാതെയാകുന്നത്? ആരോട് യുദ്ധം ചെയ്യുന്നവരാണ് നാസ്തിത്വവും ഇല്ലായ്മയുമാകുന്നത്? ആരെ നോക്കിയാണ് ദൈവം ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്, ഞാൻ നിന്നെ ശക്തീകരിക്കും, ഞാൻ നിന്നെ സഹായിക്കും, എൻ്റെ നീതിയുള്ള വലം കൈ കൊണ്ട് നിന്നെ താങ്ങുമെന്ന് പറഞ്ഞത് ആരോടാണ്? പ്രാർത്ഥനയിൽ മല്ലുപിടിച്ചവനോട്, പ്രാർത്ഥനയിൽ ദൈവസന്നിധിയിൽ പോരാടിയവനോട്. ഈ വാക്യങ്ങളൊക്കെ വായിക്കുമ്പോൾ ഞാൻ നിങ്ങളോട് പ്രസംഗിച്ച ഈ വചനഭാഗം മറന്നുപോകല്ലേ പ്രിയപ്പെട്ടവരെ. നമ്മൾ വെറുതെ ഇതൊക്കെ എടുത്ത് വായിക്കുകയും ചുമ്മാതെ ഇതൊക്കെ ആൾക്കാർക്ക് അയച്ചു കൊടുക്കുകയും യെസ് ആമീൻ ഗ്ലോറി എന്നൊക്കെ പറഞ്ഞ് അതിന് മറുപടി അയക്കുകയൊക്കെ ചെയ്യുമ്പം ഭയപ്പെടേണ്ട, ഞാൻ നിന്റെ കൂടെയുണ്ട്. ഭ്രമിച്ചു നോക്കേണ്ട, ഞാൻ നിന്റെ ദൈവമാണ്. ഞാൻ നിന്നെ ശക്തീകരിക്കും, ഞാൻ നിന്നെ സഹായിക്കും, എൻ്റെ നീതിയുള്ള വലം കൈ കൊണ്ട് ഞാൻ നിന്നെ താങ്ങും. നിന്നോട് പോരാടുന്നവർ പരാജയപ്പെട്ടു പോകും. ഒരു ശക്തികൾക്ക് നിന്റെ മുമ്പിൽ നിവർന്നു നിൽക്കാൻ പറ്റുകയില്ല. ഹല്ലേലൂയ. നീ ഇസ്രായേലിന്റെ പരിശുദ്ധനിൽ പുകഴും, നിന്നെ ഞാൻ മെതിവണ്ടിയാക്കും, നീ പർവ്വതങ്ങളെ പൊട്ടിക്കും, കുന്നുകളെ പൊടിക്കും എന്നൊക്കെ പറയുമ്പം പ്രാർത്ഥിക്കുന്നവന്റെ ഉള്ളം സന്തോഷിക്കട്ടെ. കാരണം അത് ദൈവസന്നിധിയിൽ അവരവരുടെ പ്രാർത്ഥനാ മുറിയിൽ മല്ലുപിടിക്കുന്നവരോടും ദൈവസാന്നിധ്യത്തിൽ ഇരിക്കുന്നവരോടും പ്രാർത്ഥനാ ജീവിതമുള്ളവരോടുമുള്ള സന്ദേശമാണ്. ദൈവം തൻ്റെ ജനത്തിൻ്റെ സ്ഥിതി മാറ്റുമ്പോൾ യാക്കോബ് സന്തോഷിക്കും. ഇന്ന് ഈ സർവീസ് കാണുന്ന നിങ്ങൾ ദൈവത്തിൻ്റെ മക്കളാണെന്നുള്ള ഉറപ്പ് നിങ്ങൾക്കുണ്ടോ? നിങ്ങൾ പ്രാർത്ഥിക്കുന്ന ഒരു ദൈവ പൈതലാണോ? കുഞ്ഞെ, ഇന്ന് നിന്റെ സാഹചര്യങ്ങൾ വളരെ മോശമായേക്കാം, ഇന്ന് നിന്റെ സ്ഥിതികൾ വളരെ ബുദ്ധിമുട്ടിലായേക്കാം.
പക്ഷെ ദൈവം നിന്നോട് പറയുന്നു, അവന് നിന്റെ സ്ഥിതികളെ മാറ്റാൻ കഴിയും. അവന് ദേശത്തിന്റെ സ്ഥിതികളെ മാറ്റാൻ കഴിയും. പ്രാർത്ഥനയ്ക്ക് ഏതൊരു വ്യക്തിയുടെയും അവസ്ഥകളെ മാറ്റാൻ കഴിയും. യാക്കോബ് എന്ന് പറയുന്ന ഒരു പരാജിതനായ മനുഷ്യനെ ഇസ്രായേലാക്കി തീർക്കുവാൻ, ഒരു പരാജയപ്പെട്ട മനുഷ്യനെ ഒരു രാജ്യമാക്കി മാറ്റുവാൻ ദൈവത്തിന് കഴിഞ്ഞെങ്കിൽ നിന്റെ പ്രാർത്ഥനകൾക്ക് നിന്റെ സ്ഥിതികളെ മാറ്റാൻ കഴിയും. ഞാൻ ഇത് പറയുമ്പം, ഈ പ്രാർത്ഥനയ്ക്ക് നമ്മുടെ സ്ഥിതികളെ മാറ്റാൻ പറ്റുമെന്ന് നിങ്ങളോട് സംസാരിക്കുമ്പം എബ്ബേസിനെ എനിക്ക് തൊടാതിരിക്കാൻ പറ്റുകയില്ല. എബ്ബേസ് ആണ് ഈ കാര്യത്തിൽ എടുത്തു പറയേണ്ട ആള്. എല്ലാവർക്കും ഒരുപക്ഷെ എബ്ബേസിനെ പരിചയം കാണത്തില്ല. വേദപുസ്തകത്തിനകത്ത് പ്രാർത്ഥനയുടെ അനുഭവങ്ങളിൽ സ്ഥിതി മാറ്റപ്പെട്ട, അവസ്ഥകൾ മാറ്റപ്പെട്ട ഒരു മനുഷ്യനാണ് എബേസ്. എബേസിനെ നമ്മൾ കാണുന്നത് 1 ദിനവൃത്താന്ത പുസ്തകം അതിൻ്റെ 4-ാം അധ്യായത്തിൻ്റെ 9-10 വാക്യങ്ങളിലാണ്. ആ വാക്യം കർത്താവിന്റെ ദാസന് വായിക്കുമ്പം നിങ്ങൾ ശ്രദ്ധിക്കുക. 1 ദിനവൃത്താന്ത പുസ്തകം 4-ാം അധ്യായം അതിൻ്റെ 9-10 വാക്യങ്ങൾ. എബേസ് തൻ്റെ സഹോദരന്മാരെക്കാൾ ഏറ്റവും മാന്യനായിരുന്നു. അവൻ്റെ അമ്മ, ഞാൻ അവനെ വ്യസനത്തോടെ പ്രസവിച്ചു എന്ന് പറഞ്ഞ് അവന് എബേസ് എന്ന് പേരിട്ടു. എബേസ് ഇസ്രായേലിന്റെ ദൈവത്തോട്, നീ എന്നെ നിശ്ചയമായി അനുഗ്രഹിച്ച് എൻ്റെ അതിർ വിസ്താരമാക്കുകയും നിന്റെ കൈ എന്നോട് കൂടെ ഇരുന്ന് അനർത്ഥം എനിക്ക് വ്യസന കാരണമായി തീരാതെ വണ്ണം എന്നെ കാക്കുകയും ചെയ്താൽ കൊള്ളായിരുന്നു എന്ന് അപേക്ഷിച്ചു. അവൻ അപേക്ഷിച്ചതിനെ ദൈവം അവന് നൽകി. ഈ പദം ഒന്നുകൂടെ ഞാൻ പറയുകയാണ്. അവൻ അപേക്ഷിച്ചതിനെ ദൈവം അവന് നൽകി. ഒന്നുകൂടെ പറയുന്നു, എബേസ് പ്രാർത്ഥിച്ചതിനെ, അപേക്ഷിച്ചതിനെ ദൈവം അവന് നൽകി. എത്ര പേരെന്ന് എന്നെ കാണുന്ന സഹോദരങ്ങൾ അതിനൊരു ആമീൻ പറയാനുണ്ട്? അതിന്റെ 9-ാമത്തെ വാക്യത്തിൽ എഴുതിയിരിക്കുന്നു, ഈ എഴുതപ്പെട്ടിരിക്കുന്ന ഈ ചരിത്രത്തിൽ ശരിക്കും പറഞ്ഞാൽ 9-ാമത്തെ വാക്യത്തിൽ തന്നെ എബേസിന്റെ പ്രാർത്ഥനയുടെ മറുപടി, എബേസിന്റെ ജീവിതം എന്തായി മാറി, ദൈവം എബേസിന്റെ സ്ഥിതികളെ മാറ്റിയത് 9-ാമത്തെ വാക്യത്തിൽ തന്നെ നമുക്ക് കാണാനായിട്ട് പറ്റുന്നുണ്ട്. അവിടെ എഴുതിയിരിക്കുകയാണ്, എബേസ് തൻ്റെ സഹോദരങ്ങളെക്കാൾ ഏറ്റവും മാന്യനായിരുന്നു. ഹല്ലേലൂയ. പക്ഷേ അവനെ വ്യസനത്തോടെ പ്രസവിച്ചു എന്ന് പറഞ്ഞ് അവൻ്റെ അമ്മ അവന് എബേസ് എന്ന് പേരിട്ടു. ശരിക്കും പറഞ്ഞാൽ ആ ചരിത്രം, ഞാനിത് ഇന്നലെയും കഴിഞ്ഞ 1-2 ദിവസങ്ങളായിട്ട് ഇതിനെക്കുറിച്ച് ഒരു ചെറിയ സ്റ്റഡി അല്പമായിട്ട് നടത്തി. അതിനകത്ത് ഈ എബേസിനെ കുറിച്ച് ഉള്ള വേദപണ്ഡിതന്മാർ പറയുന്ന അല്ലെങ്കിൽ പഠനങ്ങളിൽ എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞൊരു കാര്യം, എബേസിനെ പ്രസവിച്ചപ്പോൾ ജീവിത സാഹചര്യങ്ങൾ നിമിത്തവും എബേസിന് അവൻ്റെ ജീവിതത്തിൽ ഉണ്ടായ രോഗങ്ങൾ, അസുഖങ്ങളൊക്കെ നിമിത്തവും, ശാരീരിക ബുദ്ധിമുട്ടുകൾ നിമിത്തവും, അവനെ പ്രസവിച്ച അവൻ്റെ അമ്മയ്ക്കുണ്ടായ ബുദ്ധിമുട്ടുകൾ നിമിത്തവും ഈ ഒരു സാഹചര്യം ആ അമ്മ പറയുകയാണ്. ആ അമ്മ ആ മകനെ കുറിച്ച് ഒരമ്മയും പറയാത്തൊരു പദമാണ്. ദൈവത്തിന്റെ സ്നേഹം കഴിഞ്ഞാൽ ഈ ഭൂമിയിൽ ഏറ്റവും വലിയ സ്നേഹം എന്ന് പറയുന്നത് ഒരു അമ്മയുടെ സ്നേഹമാണ്, മാതൃസ്നേഹമാണ്. അതുകൊണ്ടാണ് ബൈബിളിൽ പറയുന്നത്, ഒരു അമ്മ തൻ്റെ കുഞ്ഞിനെ മറക്കുമോ? സാധ്യത വളരെ കുറവാണ്. അവൾ നിന്നെ മറന്നാലും ഞാൻ നിന്നെ മറക്കുകയില്ല എന്ന് പറയുന്നതിൻ്റെ സാരം അതാണ്. ഒരിക്കലും ഒരു അമ്മ ഒരു കുഞ്ഞിനെ പ്രസവിച്ചിട്ട്, ഇന്നത്തെ സാഹചര്യം വ്യത്യസ്തമാണ്, ഇന്നത്തെ സാഹചര്യവുമായിട്ട് ഞാൻ അതിനെ കമ്പയർ ചെയ്യുന്നില്ല. ഇന്ന് നമ്മൾ ഒരുപാട് വാർത്തകൾ ആ നിലകളിലൊക്കെ കാണുന്നുണ്ട്. മാതൃസ്നേഹം തെല്ലുമില്ലാതെ പോകുന്ന അമ്മമാരെയൊക്കെ നമ്മൾ ലോകത്തിൽ കാണുന്നുണ്ട്. എന്തിനും പാപത്തിന് വേണ്ടി, ലോകത്തിന് വേണ്ടി എന്തും ചെയ്യുവാൻ മടിക്കാത്തൊരു സമൂഹത്തെ അത് നമുക്ക് മാറ്റിവെക്കാം. പക്ഷേ സാധാരണ നിലയിൽ 100-ൽ 98% അല്ലെങ്കിൽ 99% ഒരമ്മ എന്ന് പറയുന്നത് നല്ല വാക്കുകൾ കുഞ്ഞുങ്ങളെ നോക്കി പറയുന്നവരാണ്. ആ ജനിച്ച കുഞ്ഞ് ഏറ്റവും നന്നായിരിക്കണം, ഏറ്റവും നന്നായിട്ട് പഠിക്കണം, ഏറ്റവും നല്ല നിലയിൽ എത്തണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിത്വമാണ് ഒരു അമ്മയെന്ന് പറയുന്നത്. പക്ഷെ ഈ അമ്മ, എബേസിന്റെ അമ്മ പറയുകയാണ്, ഞാൻ അവനെ വ്യസനത്തോടെ പ്രസവിച്ചു എന്ന് പറഞ്ഞ് അവന് വ്യസനപുത്രൻ എന്ന് പേരിട്ടു. എബേസ് എന്ന വാക്കിന്റെ അർത്ഥമെന്ന് പറയുന്നത് ഈ മേക്ക് സോറോഫുൾ എന്നാണ്. ഹല്ലേലൂയ. അവൻ വേദന നൽകുന്നവൻ എന്നാണ്. സോറോ, ദുഃഖം നൽകുന്നവൻ, വേദന നൽകുന്നവൻ എന്നാണ്. കാരണം അത്രേ വേദപുസ്തകത്തിൽ എഴുതിയിട്ടുള്ളെങ്കിലും പിന്നത്തേതിലുള്ള സ്റ്റഡിയിൽ എനിക്ക് മനസ്സിലായത്, ഈ എബേസ് എപ്പോഴും ശാരീരിക ബുദ്ധിമുട്ടുള്ളവനും രോഗമുള്ളവനും, ഈ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ആൾക്കാർക്ക് പറഞ്ഞ് മനസ്സിലാക്കണമെങ്കിൽ അവൻ ജനിച്ചതിന് ശേഷം ശരിക്കും ആ വീട്ടിലും ആ അമ്മയ്ക്കും എല്ലാം ഭയങ്കര പരാജയങ്ങൾ മാത്രമായിരുന്നു.
പലരും അതിനെ ഉപയോഗിക്കുന്ന പല പദങ്ങളുണ്ട്, അത് ഞാൻ ഉപയോഗിക്കാൻ ഇഷ്ടപ്പെടുന്നില്ല. ശരിക്കും പറഞ്ഞാൽ ആ കുഞ്ഞ് ഈ ലോകത്തേക്ക് വന്നതിന് ശേഷം മുഴുവൻ പ്രതിസന്ധിയായിരുന്നു. സോറോസ്, ദുഃഖങ്ങൾ, വേദനകൾ മാത്രമായിരുന്നു. പക്ഷേ ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് അതിന്റെ 10-ാമത്തെ വാക്യത്തിൽ എബ്ബേസ് ദൈവത്തോട് പ്രാർത്ഥിച്ചു, ദൈവമേ നീ എന്നെ നിശ്ചയമായും അനുഗ്രഹിച്ച് എൻ്റെ അതിർ വിസ്താരമാക്കുക, എൻ്റെ ടെറിട്ടറി എൻലാർജ് ചെയ്യുകയും എൻ്റെ അതിർ വിസ്താരമാക്കുകയും നിന്റെ കൈ എന്നോട് കൂടെ ഇരുന്ന് അനർത്ഥം. കാരണം വേദപണ്ഡിതന്മാർ പറയുന്നത് എന്നും രോഗം, എന്നും കഷ്ടത, എന്നും പ്രതിസന്ധി, എബ്ബേസിന്റെ ജീവിതത്തിൽ എന്നും തകർച്ചകൾ, അനർത്ഥം എനിക്ക് വ്യസന കാരണമായി തീരാതെ വണ്ണം എന്നെ കാക്കുകയും ചെയ്താൽ കൊള്ളാമായിരുന്നു അപേക്ഷിച്ചു. അവൻ അപേക്ഷിച്ചതിനെ ദൈവം അവന് നൽകി എന്ന് 10-ാമത്തെ വാക്യത്തിൽ എഴുതിയിരിക്കുമ്പോൾ, ശരിക്കും പറഞ്ഞാൽ 9-ാമത്തെ വാക്യം 9-ാമത്തെ വചനത്തിന്റെ 1-ാമത്തെ ഭാഗം, പ്രാരംഭ ഭാഗമാണ് ആ പ്രാർത്ഥനയുടെ മറുപടി എന്ന് പറയുന്നത്. എബേസ് തന്റെ സഹോദരന്മാരെക്കാൾ ഏറ്റവും മാന്യനായി തീർന്നു. അപ്പോൾ ഇന്നത്തെ സന്ദേശം എന്താണ്? പ്രാർത്ഥന നിങ്ങളുടെ സാഹചര്യങ്ങളെ, അവസ്ഥകളെ മാറ്റും എന്നല്ലേ? എബേസിന്റെ ചരിത്രം ഇനഫ് അല്ലേ? എബേസ് ദൈവത്തോട് പ്രാർത്ഥിച്ചപ്പോൾ, ദൈവമേ എൻ്റെ കഷ്ടതകൾ മാറുമോ, എൻ്റെ നിന്ദകൾ മാറുമോ, എൻ്റെ അമ്മയുടെ കഷ്ടപ്പാടുകൾ മാറുമോ, ഞാൻ ജനിച്ചതിന് ശേഷം എൻ്റെ വീട്ടിൽ ഒരു നന്മയുമില്ല, ഞാൻ നിമിത്തം എൻ്റെ അമ്മ ദുഃഖിക്കുന്നു, ഞാൻ നിമിത്തം എൻ്റെ കുടുംബം ദുഃഖിക്കുന്നു, ഞാൻ നിമിത്തം എല്ലാവരും പ്രയാസത്തിലായിരിക്കുന്നു. ദൈവമേ നീ എൻ്റെ അവസ്ഥകളെ മാറ്റണം, നീ എൻ്റെ സാഹചര്യങ്ങളെ മാറ്റണം, നീ എൻ്റെ അതിരുകളെ വിശാലമാക്കണം. ആ പ്രാർത്ഥനയുടെ ഡെപ്ത് ഭയങ്കര. ഇന്നെനിക്ക് തൊടാൻ നേരെയില്ല പ്രിയപ്പെട്ടവരെ, ഓരോന്ന് എടുത്തു പറയേണ്ടതാ. എബേസ് പ്രാർത്ഥിച്ച ഓരോ വാക്കുകൾ. നമ്പർ 1 ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. 1, എന്നെ അനുഗ്രഹിച്ചാൽ പോരാ, എന്നെ നിശ്ചയമായിട്ടും അനുഗ്രഹിക്കണം. ആ വാക്കിനൊക്കെ വളരെ ശക്തിയുണ്ട്. ഹല്ലേലൂയ. എന്നെ അനുഗ്രഹിക്കുമാറാകണമേ എന്നുള്ള പ്രാർത്ഥന എല്ലാവരിലും ഉണ്ട്. പക്ഷേ എബേസിന്റെ പ്രാർത്ഥന അതല്ല. എൻ്റെ ദൈവമേ നീ എന്നെ നിശ്ചയമായും അനുഗ്രഹിക്കണം. ഇന്ന് ഈ സന്ദേശം കേൾക്കുമ്പോൾ എന്നെ കാണുന്ന, എന്നെ കേൾക്കുന്ന ദൈവവൈതലേ, നിങ്ങളിൽ എത്ര പേർക്ക് ഉറപ്പുണ്ട് നിശ്ചയമായും എൻ്റെ ദൈവത്തിന് നിന്നെ അനുഗ്രഹിക്കുവാൻ കഴിയുമെന്ന്? 1, നീ എന്നെ നിശ്ചയമായി അനുഗ്രഹിക്കണം. 2, നീ എൻ്റെ ടെറിറ്ററിയെ, എൻ്റെ അതിരുകളെ വിശാലമാക്കണം. 3, നിന്റെ കൈ എന്നോടുകൂടെ ഇരിക്കണം. 4, കഴിഞ്ഞ നാളുകളിൽ, കഴിഞ്ഞ മാസങ്ങളിൽ, കഴിഞ്ഞ ദിവസങ്ങളിൽ എൻ്റെ ജീവിതത്തിൽ, എൻ്റെ കുടുംബത്തിൽ ഞാൻ കണ്ട വ്യസന കാരണമായി തീർന്ന അനർത്ഥങ്ങൾ എന്നെ ഒഴിഞ്ഞു പോകണം. ഈ 4 പ്രാർത്ഥനയ്ക്കും ദൈവം മറുപടി കൊടുത്തു എന്നുള്ളത് മാത്രമല്ല, എബേസ് അവൻ്റെ സഹോദരന്മാരെക്കാൾ അധികം മാന്യനായി തീർന്നു. എബേസിന്റെ ജീവിതത്തെ ദൈവം അനുഗ്രഹിക്കുവാൻ ആരംഭിച്ചു. നിശ്ചയമായും ഇന്ന് പകൽ നിങ്ങളെ അനുഗ്രഹിക്കുന്ന ഒരു കർത്താവുണ്ട്. ഒന്ന് കൈകളെ ഒന്ന് ഉയർത്തിപ്പിടിച്ചേ. നിങ്ങൾക്ക് വേണ്ടി ഒരു വാക്ക് ഞാനൊന്ന് പ്രാർത്ഥിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നു. എൻ്റെ പ്രിയ സഹോദരങ്ങളെ, നിങ്ങളുടെ ഭവനത്തിൽ തകർച്ചകളാണോ? നിങ്ങൾ പറയുന്നുണ്ടോ, എന്നെൻ്റെ അപ്പൻ്റെ കഷ്ടപ്പാട് മാറും, എന്നെൻ്റെ അമ്മയുടെ കഷ്ടപ്പാട് മാറും, എന്നെൻ്റെ ഈ അവസ്ഥകൾക്കൊരു മാറ്റം വരും, എന്നും എനിക്ക് വ്യസനമാണോ? ആരെയോ നോക്കി നീ സർവീസിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മ പറയുന്നു, എന്നും കണ്ണുനീരല്ല, എന്നും കഷ്ടതയല്ല, എന്നും വ്യസനമല്ല, എന്നും രോഗമല്ല, എന്നും പരാജയമല്ല, എന്നും നിന്ദകളല്ല, എന്നും വെല്ലുവിളികളല്ല. നിന്റെ സ്ഥിതികളെ മാറ്റുവാൻ, അവസ്ഥകളെ മാറ്റുവാൻ എൻ്റെ ദൈവം മതിയായ ദൈവമാണ്. ഹല്ലേലൂയ. പക്ഷേ എവിടെയാണ് സ്ഥിതികൾ മാറ്റപ്പെട്ടത്? എബേസിന്റെ പ്രാർത്ഥനയുടെ നടുവിൽ. എബേസിന്റെ പ്രാർത്ഥനയോടുള്ള ബന്ധത്തിൽ നമ്മൾ സാധാരണ നമ്മുടെ ചർച്ചിലൊക്കെ പാടുന്ന ഒരു പാട്ടുണ്ട്. ആ പാട്ടിന്റെ വരികൾ ഇത് പ്രസംഗിക്കുമ്പോൾ എനിക്ക് പാടാതിരിക്കാൻ പറ്റത്തില്ല. നീ എന്നെ അനുഗ്രഹിച്ച് എന്റെ അതിരുകൾ വിശാലമാക്കി, എന്നോട് കൂടെ ഇരുന്ന് അനർത്ഥം എനിക്ക് വ്യസനമായി തീരാതെ വണ്ണം കാത്തിടേണമെന്നും, എന്നെ കാത്തിടേണമെന്നും പ്രാർത്ഥന കേൾക്കുന്ന ദൈവം എനിക്കായി ജീവിപ്പതിനാ. പ്രാർത്ഥന കേൾക്കുന്ന ദൈവം
എനിക്കായി ജീവിപ്പതിനായി തുറന്നിടും അവൻ പുതുവാതിലുകൾ. ആർക്കുമാവില്ലതടച്ചിടുവാൻ തുറന്നിടും അവൻ പുതുവാതിലുകൾ. ആർക്കുമാവില്ല അതടച്ചിടുവാ. ആ കൈകളൊന്ന് അടിച്ച് ഹല്ലേലൂയ, അതരങ്ങൾ തുറന്ന് കർത്താവിനൊന്ന് നന്ദി പറഞ്ഞേ. ആമേൻ.